തമിഴ്നാട്ടിൽ വിജയ് 5 വർഷം ഭരണം തികയ്ക്കുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൻ്റെ മുമ്പായി എൻ്റെ ചാനലിൻ്റെ പേരാണ് സംഖ്യകൾ സംസാരിക്കും. ഞാൻ സുനിൽ പാട്ടർ, ആസ്ട്രോളജർ ആൻഡ് ന്യൂമറോളജിസ്റ്റ്. തമിഴ്നാട്ടിൽ വിജയ് 5 വർഷം തികയ്ക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. സി ജോസഫ് വിജയ് എന്ന ദളപതി, ഡേറ്റ് ഓഫ് ബർത്ത് 22/6/1974, ഡി നമ്പർ 4, സി നമ്പർ 4, കുവ നമ്പർ 8, മിസ്സിംഗ് നമ്പർ 3, 5. ഇനി ബർത്ത് ചാർട്ട് നോക്കാം. ബർത്ത് ചാർട്ടിൽ വെർട്ടിക്കൽ ലൈനിൽ മുകളിലത്തെ കോളത്തിൽ 3, 4 ഉണ്ട്. മൂന്നാമത്തെ അവസാനത്തെമായ കോളത്തിൽ 8 എന്ന സംഖ്യയും ഉണ്ട്. ഈ 4ഉം 8ഉം എന്ന നമ്പറുകൾ രാഷ്ട്രീയത്തെ, അതായത് പൊളിറ്റിക്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തെ വെർട്ടിക്കൽ ലൈനിൽ 9 മുകളിലത്തെ കോളത്തിലുണ്ട്. 1 എന്ന സംഖ്യ മൂന്നാമത്തെ കോളത്തിലുമുണ്ട്. ഇനി മൂന്നാമത്തെ വെർട്ടിക്കൽ ലൈനായ ഏറ്റവും മുകളിൽ 2, 2 ഉണ്ട്. അതിൻ്റെ താഴെ 7 ഉണ്ട്. അതിൻ്റെ താഴെ 6 ഉണ്ട്. എന്ന് പറഞ്ഞാൽ 2, 7, 6 എന്ന ലൈൻ പൂർണ്ണമാണ്. ഇതിനെ വിശേഷിപ്പിക്കുന്നത് ആക്ഷൻ പ്ലെയിൻ. ആക്ഷൻ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ വേഗത്തിൽ കാര്യങ്ങൾ തീർക്കുക എന്ന ഒരു യോഗം കൂടി വിജയിൻ്റെ ബർത്ത് ചാർട്ടിലുണ്ട്. ഇനി നമുക്ക് പേഴ്സണൽ ഇയർ നോക്കാം. പേഴ്സണൽ ഇയറിൽ 2 വിജയിനെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നത്. ഡി നമ്പറിൻ്റെയും സി നമ്പറിൻ്റെയും ആൻറ്റി നമ്പറായ 2 പൊതുവെ അത്ര ഒരു നല്ല സമയമല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 എന്ന സംഖ്യ ടെൻഷൻ, ഹേർഡിൽസ്, ബാക്കി എല്ലാ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവത്തിൽ വരാം. ഈ പേഴ്സണൽ ഇയർ 2ൽ 3 മാസം, അതായത് ഓഗസ്റ്റ് വരെയും ഈ ഭരണം ഇങ്ങനെ തുടർന്നു പോകാം. ഇനി വരുന്ന സെപ്റ്റംബർ മാസം വിജയിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു മാസമാണ്. അവിടെ ഒരുപക്ഷെ വിശ്വാസപ്രമേയം പരാജയപ്പെട്ടെന്ന് വരാം. എന്ന് പറഞ്ഞാൽ വിജയിൻ്റെ കയ്യിൽ നിന്നും ഭരണം നഷ്ടപ്പെടുവാനുള്ള ഒരു മാസമാണ് സെപ്റ്റംബർ മാസം. അതുകൊണ്ട് സെപ്റ്റംബർ മാസം വരെ നമുക്ക് കാത്തിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം.